ഹായ് മലയാളീസ്. ഞാൻ ഹായ് മലയാളീസ് എന്ന പുതിയൊരു യൂട്യൂബ് ചാനലുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. വാർത്ത ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ്, നിങ്ങൾക്കും ആവണം എന്നുള്ളത് വിചാരിക്കുന്നു. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ചാനലിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഉത്സവം കൊടിയേറാൻ ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയോ എന്നുള്ളത് അറിയില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലെങ്കിൽ എന്നാൽ കേട്ടോളൂ. ഇനി ഏകദേശം മാർച്ച് മാസം പകുതിയോടെ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇലക്ഷൻ ഉത്സവം ഗംഭീരമാക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഹായ് മലയാളീസ് നിങ്ങൾക്കൊപ്പം കൂടുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും എല്ലാ മലയാളീസിനൊപ്പം പങ്കുചേരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് മുതൽ നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് തുടങ്ങുകയാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് 3 മുന്നണികൾ കേരളത്തിലുണ്ട്. ആ കേരളത്തിൽ 3 മുന്നണികൾ തമ്മിലുള്ള യുദ്ധമാണ്, കൊടുക്കൽ വാങ്ങൽ യുദ്ധങ്ങൾ. അപ്പം നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ സർവേ ആണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഇന്നല്ല, നമ്മൾ പ്രഖ്യാപിക്കും. അപ്പോൾ സർവേ എന്ന് പറഞ്ഞാൽ കിടിലൻ സർവേ ആയിരിക്കും. നമ്മളൊരു ആകാംക്ഷ എന്ന് പറയില്ലേ, നമ്മൾ ഇലക്ഷന് മുൻപ് നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന നമ്മളുടെ ഒരു ജനവിധി അതറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സർവേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിഷ്പക്ഷമായിട്ടുള്ള നിങ്ങളിൽ നിന്നെടുക്കുന്ന സർവേ. ഓരോ മലയാളീസിനും അതിൽ പങ്കെടുത്ത് ഇലക്ഷൻ ട്രയൽ നടത്താം. വളരെ ത്രില്ലിംഗ് ആയിരിക്കും. ത്രില്ലിംഗ് ആണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. എന്ന് വെച്ചാൽ ഇലക്ഷന് മുന്നേ നമ്മളുടെ അഭിപ്രായം ഒരു ഏകദേശം ജെന്യുവനായിട്ട് അത് കേൾക്കുക എന്നുള്ളത് ഒരു വലിയൊരു ത്രില്ലിങ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സർവേ നമുക്കൊരു നെഞ്ചിടിപ്പാണ് നമുക്ക് ഉണ്ടാക്കുക. ആ സമയം വരുമ്പോൾ ഉണ്ടാകുന്നൊരു നെഞ്ചിടിപ്പ്, ഇലക്ഷൻ റിസൾട്ട് പറയുന്ന അന്ന് ഉണ്ടാകുന്നൊരു നെഞ്ചിടിപ്പുണ്ടല്ലോ, അതുപോലെ. അപ്പം എങ്ങനെയാണ് ഈ സർവേ നടത്താൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 14 ദിവസമായിട്ടാണ് നമ്മൾ ഈ സർവേ നടത്താൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ മാസം ലാസ്റ്റാണ് സർവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം അതിൻ്റെ തീയതിയും ഇതെല്ലാം നമ്മളുടെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മളതിനുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 14 ദിവസമായിട്ടാണ് നമ്മൾ സർവേ നടത്തുന്നത്. ഇനി സർവേ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 14 ജില്ലകളിലായിട്ട് 14 ദിവസമാണ് നമ്മൾ സർവേ നടത്തുക. 14 ജില്ലകളിൽ ആയിട്ട് നമ്മൾ സർവേ നടത്തുന്ന ഓരോ ജില്ല ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങളുടെ ജില്ല ഏതാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം, സർവേ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡേറ്റ് സഹിതമാണ് വീഡിയോ ചെയ്യുന്നത്. അതപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളത് രേഖപ്പെടുത്തി വയ്ക്കുക, മിസ്സ് ചെയ്യരുത്. ചാനൽ ശ്രദ്ധിച്ച് കാണണം. നിങ്ങൾ ഏത് ജില്ലക്കാരായാലും അതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോഴാണ് നമ്മളുടെ ഒരു ത്രില്ലിനൊരു അർത്ഥം ഉണ്ടാവുക. അപ്പോൾ ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ത്രില്ലോടെ തന്നെ നമ്മളതിനെ കാണണം. ഓരോ ജില്ലക്കാർക്കും തന്നിരിക്കുന്ന ദിവസം നമ്മുടെ ചാനലിൽ 3 മുന്നണികളുടെ ചിഹ്നവും നേതാക്കളുടെ ഫോട്ടോകളും ഉണ്ടാകും. നല്ല ചിരിച്ചിരിക്കുന്ന നമ്മുടെ സുന്ദരന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ഫോട്ടോസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ രാഷ്ട്രീയം അതിൽ ഒരു മടിയും കൂടാതെ അടയാളപ്പെടുത്തണം. അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. റിസൾട്ട് അതിൽ കാണിക്കുന്നത് ശതമാനം മാത്രമാണ് കാണിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അതിൽ റിസൾട്ട് നമ്മൾ ഇലക്ഷൻ്റെ ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മളുടെ ചാനലിൽ നിന്ന് പുറത്തു വിടുന്നതായിരിക്കും റിസൾട്ട്, നമ്മളുടെ സർവേ റിസൾട്ട്. ഹായ് മലയാളീസ് ചാനൽ ഇപ്പോൾ നിങ്ങളെ വെച്ച് ചെയ്തിട്ടുള്ള ഈ സർവേയുടെ റിസൾട്ട് പുറത്തു വിടുന്നതായിരിക്കും. ഇലക്ഷൻ്റെ
ദിവസം തീരുമാനിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതിൻ്റെ തലേദിവസം. അപ്പോൾ നമ്മൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ചിന്തിക്കരുത്. എല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അഭിപ്രായം നമ്മളുടെ ഓരോ മലയാളികളുടെയും അവകാശമാണ്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഹായ് മലയാളീസിൻ്റെ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതിന് നമ്മളിപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതൊക്കെ എല്ലാതും അതുവരെയ്ക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അവർ പറയുന്ന ആരോപണങ്ങളും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും വാസ്തവവും ഇതെല്ലാം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിനെ ഒരുപാട് മലിനപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. എന്നാലും നമുക്കതൊരു ഫ്രസ്ട്രേഷനായി നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മളതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണം. ആ യാഥാർത്ഥ്യം അന്വേഷിച്ചാണ് നമ്മളുടെ വാർത്താ ചാനലിൻ്റെ യാത്ര. അത് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കാര്യം ആരോപിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മളിലുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് തികച്ചും നമ്മൾ രാഷ്ട്രീയം പക്ഷഭേദം കാണിക്കാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ഇനി അടുത്തത് നമ്മളുടെ വീഡിയോയിൽ ഹായ് മലയാളീസിൻ്റെ വീഡിയോസിൽ വരാൻ പോകുന്നത് നമ്മൾ നാളെയോ മറ്റന്നാളോ ഒക്കെ നമ്മളുടെ വീഡിയോ പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൽ വരാൻ പോകുന്നത് ഓരോ ദിവസത്തെയും ഇപ്പം അടുത്ത നമ്മുടെ വീഡിയോസിൽ ചെയ്യാൻ പോകുന്നത് രാഹുൽ ഗാന്ധി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമുണ്ട്. നമ്മളുടെ പുസ്തകം മൂപ്പര് പറയുന്നൊരു പുസ്തകമുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്ന. അപ്പോൾ നമ്മുടെ മുൻ സൈനിക മേധാവിയായിട്ടുള്ള നവരനെ മൂപ്പരുടെ ആ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, മൂപ്പരത് അവിടെ പാർലമെൻറ്റിലും ലോക്സഭയിലൊക്കെ ഉയർത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കോൺഗ്രസിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്, BJPക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങൾ എന്താണ്, ഇനി അത് ഭാവിയിൽ എങ്ങനെയാവും, അതിൻ്റെ പിന്നിലുള്ള വാസ്തവം എന്താണ്, ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് എൻ്റെ അടുത്ത വീഡിയോ. അത് തികച്ചും അതിലൊരു രീതിയിൽ പോലും അതിൽ ഒരു കളങ്കം ഉണ്ടായിരിക്കില്ല. സത്യസന്ധമായിട്ട് തന്നെയായിരിക്കും അതിൻ്റെ എല്ലാ രേഖകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വരുന്ന വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, സഹകരിക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.